സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ദുരിതത്തിൽ 1.5 വർഷത്തെ പെൻഷൻ കുടിശ്ശികയാണ് സർക്കാർ വിതരണം നടത്താതെ തടഞ്ഞുവച്ചിരിക്കുന്നത്. നിലവിൽ 1000 കോടി രൂപയുടെ ബാധ്യതയാണ് ഉള്ളതെന്നാണ് ബോർഡ് ഉയർത്തുന്ന വാദം. വിവിധ ആനുകൂല്യങ്ങളും മുടങ്ങിയതോടെ പുതുവർഷത്തിലും പെൻഷൻകാർക്ക് ദുരിതത്തിന്റെ നാളുകളായിരിക്കും. 16 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നൽകാനുള്ളത്. 1600 രൂപ നിരക്കിൽ ഒരാൾക്ക് പെൻഷൻ വിതരണം ചെയ്യാൻ മാസം 62 കോടി രൂപ ആവശ്യമാണ്. നിലവിൽ ഒരാൾക്ക് മാത്രം 25,600 രൂപയാണ് ഇപ്പോൾ കുടിശ്ശികയായി വന്നത്. ക്ഷേമനിധിയിൽ നിന്നുള്ള പെൻഷനും ആനുകൂല്യങ്ങളും മുടക്കമില്ലാതെ നൽകാൻ മാർച്ചിൽ ചേർന്ന സംസ്ഥാന കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഡയറക്ടർ ബോർഡ് യോഗം തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇതും നടപടിയായില്ല. 2024 മാർച്ച് വരെയുള്ള ആനുകൂല്യങ്ങളാണ് തൊഴിലാളികൾക്ക് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷമുള്ള എല്ലാ അപേക്ഷകളും അവിടെ കെട്ടിക്കിടക്കുക. ഒന്നുപോലും തീർപ്പ് കൽപ്പിച്ച് തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ ബോർഡിൽ ഫണ്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. 2015 UDF ഗവൺമെൻറ് അധികാരം വിട്ടൊഴിയുന്ന സമയത്ത് 897 കോടി രൂപ 4 ബാങ്കുകളിൽ നിക്ഷേപം ഉണ്ടായിരുന്നു. ഈ ഗവൺമെൻറ് വന്ന സമയത്ത് ആ ഉണ്ടായിരുന്ന നിക്ഷേപം പോയി എന്ന് മാത്രമല്ല, തൊഴിലാളികൾക്ക് 16 മാസത്തെ, കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഡിസംബർ 31 16 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. ഒരു തൊഴിലാളിക്ക് 1600 രൂപയാണ് പെൻഷൻ കൊടുക്കേണ്ടത്. ഇത് പ്രകാരം 3,87,048 പേര് പെൻഷനായിട്ടുള്ള ആളുകളുണ്ട്. ഒരു തൊഴിലാളിയെ സംബന്ധിച്ചുള്ള ഏകദേശം 1600 × 16 മാസം എന്ന് പറയുമ്പോൾ 25,000 സംതിങ് രൂപ, അത് 25,600 രൂപ ഒരു തൊഴിലാളിക്ക് കുടിശ്ശികയാണ്. വിവാഹ, ചികിത്സ, വിദ്യാഭ്യാസ സഹായങ്ങളെല്ലാം മുടങ്ങിയതോടെ ബോർഡിന്റെ പ്രവർത്തനം തൊഴിലാളി ക്ഷേമമല്ലാതായി. ചുമട്ടുതൊഴിലാളി ബോർഡിൽ നിന്നും 100 കോടി രൂപയും മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും 180 കോടിയും വായ്പയെടുത്താണ് മാസങ്ങൾക്ക് മുൻപ് കുടിശ്ശിക തീർത്തത്. ഈ പ്രതിസന്ധി നിലനിൽക്കുമ്പോഴാണ് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ടിട്ടുള്ള 293 പാർട്ടി പ്രവർത്തകന്മാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത്. ജനം, കോഴിക്കോട്.